ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വചനധ്യാനത്തിനായി ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ ഉള്ള വേദഭാഗങ്ങൾ നാം ചിന്തിക്കുകയാണ്. ദൈവം നമ്മുടെ സൃഷ്ടിതാവാണ്. നാം എല്ലാവരും അവൻ്റെ സൃഷ്ടികളാണ്. സൃഷ്ടികൾ എന്ന നിലയിൽ എല്ലാവരും ദൈവത്തിന് നന്ദി പറയേണ്ടവരാണ്. എന്നാൽ പലപ്പോഴും ദൈവത്തെ അറിഞ്ഞവർ പോലും ദൈവത്തിന് നന്ദി കൊടുക്കുകയോ മഹത്വം കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീരുന്നു എന്നുള്ളത് ദുഃഖകരമാണ്. നാം ഇന്ന് ചിന്തിക്കുന്ന ഈ സംഭവം ഓരോരുത്തരും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം എന്ന് ഓർപ്പിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ കർത്താവ് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു ഗ്രാമത്തിൽ എത്തുന്നു. അവിടെ 10 കുഷ്ഠരോഗികൾ യേശുവിനെ എതിർപ്പെടുകയാണ്. കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അകലെ നിന്നുകൊണ്ട് യേശു നായക, ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ എന്ന് ഉറക്കെ പറയുന്നു. യേശു അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. പോകുമ്പോൾ തന്നെ അവർ ശുദ്ധരായി തീർന്നു. എന്നാൽ അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണ് യേശുവിന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരൻ ആയിരുന്നു. 10 പേരെ ക്രിസ്തു സുഖപ്പെടുത്തി. ഒരാൾ തിരിച്ചു വന്ന് നന്ദി പറഞ്ഞു. 9 പേരും നന്ദിയില്ലാത്തവരാണ്. എത്ര പേർ ദൈവത്തോട് നന്ദിയുള്ളവരാണെന്നും എത്ര പേർ നന്ദിയില്ലാത്തവരാണെന്നും ഉള്ളതിൻ്റെ കൃത്യമായ എണ്ണം അന്നെന്ന പോലെ ഇന്നും കർത്താവ് അറിയുന്നു. ആർക്കൊക്കെ നന്ദിയുണ്ട്, ആർക്കൊക്കെ നന്ദിയില്ല എന്നുള്ളത് ദൈവത്തിന് നന്നായിട്ട് അറിയാം എന്നുള്ളത് നാം മറന്നു പോകരുത്. കർത്താവായ യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണപ്രകാരം ആ വ്യക്തിക്ക് ബാധകമാകുന്ന ചില നിയമങ്ങളുണ്ടായിരുന്നു. ലേവ്യ പുസ്തകം 13-ാം അധ്യായം 45-46 വാക്യങ്ങളിൽ കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം, അവൻ്റെ തല മൂടാതിരിക്കണം, അവൻ അധരം മൂടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. അവന് രോഗമുള്ള നാളുകളൊക്കെയും അശുദ്ധൻ ആയിരിക്കണം. അവൻ അശുദ്ധൻ തന്നെയാണ്. അവൻ തനിച്ച് പാർക്കണം. അവൻ്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. ഒരു വ്യക്തിക്ക് കുഷ്ഠരോഗം ബാധിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ എത്ര വേദനാജനകമാണെന്ന് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അവൻ്റെ വീട്ടിൽ അവന് സ്ഥാനമില്ല. മിണ്ടാനും പറയാനും ആരും അവനുണ്ടാവുകയില്ല. അവൻ ഏകാന്തനായിരിക്കണം. എത്ര സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും അവൻ്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. വളരെ വേദനാജനകമാണ് ഈ രോഗം ബാധിച്ച ഒരു മനുഷ്യൻ്റെ അവസ്ഥ. ഇപ്പോൾ 10 പേര്, 10 കുഷ്ഠരോഗികൾ, 10 പുരുഷന്മാർ അവർ കുഷ്ഠരോഗം ബാധിച്ച് ഒരുമിച്ച് നിൽക്കുന്നു. പാളയത്തിന് പുറത്താണ് അവർ നിൽക്കുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 10 കുഷ്ഠരോഗികളിൽ ഒരാൾ ശമര്യക്കാരൻ ആകുന്നു എന്നുള്ളതാണ്. യഹൂദന്മാർക്കും ശമര്യക്കാർക്കും തമ്മിൽ യാതൊരു സംസർഗവുമില്ല. യഹൂദന്മാർ ശമര്യക്കാരോട് സംസാരിക്കാറില്ല. അവരുടെ ദേശത്തുകൂടെ നടക്കാറില്ല. എത്ര ദാഹിച്ചാലും ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കാറുമില്ല. അത്രയ്ക്ക് വലുതായിരുന്നു യഹൂദന്മാർക്ക് ശമര്യ ജാതിയോടുള്ള വിരോധം. എന്നാൽ ഇപ്പോൾ ഈ കുഷ്ഠരോഗിയായ 10 പേരും അതിലൊരു ശമര്യക്കാരനും അവർ ഒന്നിച്ചാണ് നിൽക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? ആർക്കും വേണ്ടാത്തവർ, എല്ലാവരാലും അവഗണിക്കപ്പെട്ടവർ, ദുഃഖിതരായിട്ടുള്ള ആളുകൾ, ഒരേ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവർ, അങ്ങനെ കടന്നു പോയപ്പോൾ അവരുടെ മനസ്സിൽ മുമ്പുണ്ടായിരുന്ന സകലവിധമായ വേലിക്കെട്ടുകളും മതിൽക്കെട്ടുകളും
തകർന്നുടഞ്ഞു എന്നുള്ളതല്ലേ നാം മനസ്സിലാക്കേണ്ടത്. ആരോഗ്യമുള്ളപ്പോൾ പലപ്പോഴും പലർക്കും പലരെയും വേണ്ട, പലരോടും അകലുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ പേരിൽ പലരെയും അകറ്റി നിർത്തുന്നു. എന്നാൽ കുഷ്ഠരോഗം ബാധിച്ചപ്പോൾ തങ്ങൾ എത്രമാത്രം നിസ്സഹായരാണെന്ന് മനസ്സിലാക്കിയ അവർ ഈ ശമരിയക്കാരനെ ചേർത്ത് നിർത്തുകയാണ്. നമുക്ക് താഴ്ച വരാൻ, ദുഃഖത്തിന് കാരണങ്ങളുണ്ടാകുവാൻ അധിക സമയമൊന്നും വേണ്ട എന്ന് മനസ്സിലാക്കണം. എത്ര കരുത്തനായ മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമാണ്. സൗന്ദര്യവും സമ്പത്തും ആരോഗ്യവും ഉള്ളപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പല ദുശ്ചിന്തകളുണ്ടാവും, അഹങ്കാരമുണ്ടാവും, നിഗളമുണ്ടാവും, സൗന്ദര്യത്തിലും ആരോഗ്യത്തിലുമൊക്കെ പ്രശംസിക്കുന്നുണ്ടാവും. ഉയർന്ന ജാതിയാണെന്നുള്ള ചിന്ത നമ്മിൽ ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം. എന്നാൽ അതെല്ലാം തകരുവാൻ ഒരു നിമിഷം മാത്രം മതി, ആ ചിന്തകളെല്ലാം തകരുവാൻ എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. ഈ 10 കുഷ്ഠരോഗികളും ഇപ്പോൾ സമദുഃഖിതരാണ്. അവർ ഒരുമിച്ച് യേശുവിനോട് നിലവിളിക്കുന്നത് അവരുടെ ആരോഗ്യം തിരിച്ചു കിട്ടുവാൻ വേണ്ടിയാണ്, ആ രോഗം മാറുവാൻ വേണ്ടിയാണ്. യേശു അവരെ സുഖപ്പെടുത്തി. പക്ഷേ 9 പേരും തിരികെ വന്നില്ല നന്ദി പറയുവാൻ. ശമരിയക്കാരൻ മാത്രം നന്ദി പറയുവാൻ യേശുവിൻ്റെ അടുക്കൽ മടങ്ങി വന്നു. നമുക്കും നന്ദിയുള്ളവരായിട്ട് ജീവിക്കാം. ശമരിയക്കാരനെ പോലെ ദൈവം ചെയ്ത നന്മകൾ മറന്നു പോകാതിരിക്കാം. കർത്താവേ, അവിടുത്തെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. നന്ദിയുള്ളവരായി ജീവിപ്പാൻ കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.